നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കൊത്തി. അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എന്താ പറയണത്? നമ്മൾ ഒരുക്കുന്ന കെണികളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി തകർന്നു പോവുകയാണ്. വിക്രമൻ 2 അറ്റംപ്റ്റ് നടത്തി. 2ലും അവൻ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ അറ്റംപ്റ്റിന് ശേഷം അവന്റെ ഒരു റെസ്പോൺസ് എങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലുമില്ല. അവൻ എന്ത് സംഭവിച്ചെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയുന്നത് പോലുമില്ല. ഓരോ തവണയും നമുക്ക് വലിയ പ്രതീക്ഷ തന്നുകൊണ്ട് വലിയ പതനത്തിലേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. പക്ഷെ എല്ലാം കഴിയുമ്പോൾ അവൻ പൊടിയും തട്ടി എണീറ്റ് വരുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? വിക്രമിന്റെ പദ്ധതികൾ വിജയിച്ചില്ലെന്ന് വെച്ച് നമുക്കിത് ഉപേക്ഷിക്കാനാവില്ലല്ലോ. അവൻ ജീവിച്ചിരിക്കുന്നതും അവനൊരു കുടുംബം ഉണ്ടാവുന്നതൊക്കെ നമ്മുടെ ലക്ഷ്യത്തെ തകർക്കുന്ന ബാരിക്കേഡുകളാണ്. ആ ബാരിക്കേഡുകൾ മറികടന്നാലേ നമുക്ക് വിജയിക്കാനാവൂ. അതിന് പുതിയ വഴികൾ കണ്ടുപിടിക്കണം. അത് അത്യാവശ്യമാണ്. അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവസാനിപ്പിക്കുന്നതാണ് ഈസി വേ. കുടുംബമായി കഴിഞ്ഞാൽ അവനെ തീർക്കുന്നത് കൊണ്ട് എല്ലാം അവസാനിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം കാര്യം നടക്കണം. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൻ ആ പൂക്കാരി പെണ്ണിന്റെ വലയിൽ പെട്ടുകിടക്കുക. പണ്ട് ആ ദയോടുണ്ടായിരുന്നതിലും അധികം അവൻ ഈ പെണ്ണിനോട് അടുപ്പവും ഇഷ്ടവും ഉണ്ട്. അവൾക്ക് എന്തെങ്കിലും ചെറിയ വീഴ്ചയുണ്ടായാലും അതിവനെ വലിയ രീതിയിൽ ബാധിക്കും. അവനെ അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവളെ അവസാനിപ്പിച്ചാലും നമ്മുടെ ലക്ഷ്യം സാധിക്കും. പഴയ പോലെ ഡിപ്രഷൻ വന്ന് അവൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളും. ആ പൂക്കാരി പെണ്ണിനെ ഇല്ലാതാക്കി അവന്റെ മനഃശക്തി തകർക്കാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. ഒരു പ്ലാൻ ബി. അതെന്താ? പറയാം. പുറമേ കാണുമ്പോൾ എല്ലാവരും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയൊക്കെ പ്രതീകങ്ങളാണ്. എന്നാൽ ഉള്ളിലെപ്പോഴും ശത്രു സംഹാരത്തിനുള്ള ആഗ്രഹവും പരിശ്രമവുമാണ്. നാട്യങ്ങളുടെ ലോകമാണെന്നും ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകുന്ന ലോകം. സന്ദീപിനെതിരായ തമ്പിയുടെ കരുനീക്കങ്ങളെ സൂചിപ്പിച്ചാണ് ശതാക്ഷരി സംസാരിക്കുന്നത് അല്ലേ? ഞാൻ ചിന്തിച്ചത് അതിനെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചുറ്റും തെളിയുന്നത് ഇത്തരം കാഴ്ചകളാണ്. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന ലോകം അത് ഈ ലോകത്തിന്റെ മാത്രം സവിശേഷതയല്ല. അന്യലോകങ്ങളിലും അത് അങ്ങനെ തന്നെയാണ്. ദേവി എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേവമാതാവായ അതിഥിയും അസുരമാതാവായ ദിതിയും സഹോദരിമാരാണ്. ഒരേ മാതാപിതാക്കളുടെ മക്കൾ, ദക്ഷ പ്രജാപതിയുടെ മക്കൾ. അവരുടെ രണ്ടുപേരുടെയും ഭർത്താവ് ഒരേ വ്യക്തിയാണ്, കശ്യപ മഹർഷി. എങ്കിലും ദേവന്മാരും അസുരന്മാരും നന്മയുടെയും തിന്മയുടെയും പ്രതീകങ്ങളായി വളർന്നു, പരസ്പരം മത്സരിച്ചു. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇവിടെയും ആവർത്തിക്കുന്നത്. സന്ദീപിന്റെ ശത്രുക്കളുടെ നിര അവസാനിക്കുന്നില്ല. ഇക്കുറി അവര് പക്ഷേ സന്ദീപിനെ മാത്രമല്ല ദേവൂട്ടെയും ലക്ഷ്യം വെക്കും. എങ്കിൽ നടക്കേണ്ടത് ശത്രു സംഹാരമാണ്. സന്ദീപിനെ തേടിയെത്തിയ പഴയ ശത്രുക്കളുടെ പതനം നമ്മൾ ഉറപ്പാക്കും. അത് സാധിച്ചെങ്കിൽ പുതിയ ശത്രുക്കളെയും നമ്മൾ ഇല്ലാതാക്കും. ദേവൂട്ടിയുടെ രക്ഷ, സന്ദീപിന്റെ സുരക്ഷ, അതുറപ്പാക്കുന്നത് ഒരു ദേവകാര്യം തന്നെയാണ്. ദൈവഭയത്തോടെ ഈശ്വര വിചാരത്തോടെ ജീവിക്കുന്ന ജനങ്ങളുടെ രക്ഷ ഒരു ഈശ്വരകാര്യം തന്നെയാണ്. അമ്മയുടെ ഒരു കാര്യം എന്തൊക്കെയാ അമ്മയെ ചെയ്യുന്നേ? എടി, ഒരു കാര്യം നിശ്ചയിച്ച അത് നടക്കണം. ഒരാഗ്രഹം മനസ്സിലുണ്ടായ
അത് നടത്തിക്കിട്ടാൻ കഴിയുന്ന വഴികളൊക്കെ നോക്കണം. അതിനുവേണ്ടി നമ്മളെ ശീലങ്ങളും വേഷങ്ങളും ഒക്കെ മാറ്റേണ്ടി വന്നാ മാറ്റണം. അതാണ് ജീവിതം. മതി, അമ്മ പറയുന്ന വേഷമൊക്കെ കെട്ടിക്കോളാം. ഇങ്ങനെ ഫിലോസഫി പറഞ്ഞു മടുപ്പിക്കാതിരുന്നാ മതി. അതെ, ഞാൻ കൂടെ വരുന്നു എന്ന് കരുതി അവിടെ മൂലയിൽ മാറിയിരിക്കരുത്. അവനോട് സംസാരിക്കണം, നന്നായി